പ്രിയപ്പെട്ടവരെ, നമസ്കാരം. നമ്മുടെയൊക്കെ ജീവിതയാത്രയിൽ നമ്മൾ ഒരുപാട് പ്രശ്നങ്ങളെയും രോഗങ്ങളെയുമൊക്കെ അഭിമുഖീകരിച്ചിട്ടുണ്ടാവുമല്ലേ? ചിലപ്പോൾ നമ്മുടെ അത്യാവശ്യ ഘട്ടങ്ങളിൽ നമ്മെ സഹായിച്ചവരായിരിക്കും അധികവും. എന്നാൽ ചിലപ്പോഴെങ്കിലും നമുക്ക് ഏറ്റവും അധികം മറ്റുള്ളവരുടെ സഹായം ആവശ്യമുള്ള ഘട്ടങ്ങളിൽ നമ്മുടെ ഏറ്റവും വേണ്ടപ്പെട്ടവർ, അതായത് നമ്മെ സഹായിക്കാനും ശുശ്രൂഷിക്കാനും ബാധ്യസ്ഥരായവർ തന്നെ നമ്മെ ഒന്ന് തിരിഞ്ഞു നോക്കാൻ പോലും മനസ്സ് കാണിക്കാതെ ഇരുന്നിട്ടില്ലേ? ചിലപ്പോൾ നമ്മെ സഹായിക്കേണ്ട സമയത്ത് മാറി നിന്ന് കുറ്റം പറയുകയും സഹായിക്കാൻ മനസ്സ് കാണിക്കുന്നവരെ പോലും അതിൽ നിന്ന് പിന്തിരിപ്പിക്കുകയും ചെയ്യുന്നത് നമ്മൾ നോക്കിക്കണ്ടിട്ടുണ്ടാവും അല്ലേ? ഇനി ചിലപ്പോൾ പ്രത്യേക സാഹചര്യങ്ങളിൽ നമ്മുടെ വീട്ടിൽ എന്തെങ്കിലും ഒരു ഫംഗ്ഷൻ നടക്കുകയാണെന്നിരിക്കട്ടെ. അതിലേറ്റവും കൂടുതൽ മുന്നിൽ നിന്ന് സഹകരിക്കേണ്ടവർ മാറി നിന്ന് കുറ്റം പറയുകയും വരാതിരിക്കുകയും മനഃപൂർവ്വം ഒഴിവുകഴിവുകൾ പറയുകയും ഇനി അഥവാ വന്നാൽ തന്നെ ഒന്ന് മുഖം കാണിച്ച് മുങ്ങുകയും ചെയ്തിട്ടുണ്ടാവും അല്ലേ? അത് ചിലപ്പോൾ നമുക്ക് മറ്റുള്ളവരുടെ മുമ്പിൽ ഒരു നാണക്കേടൊക്കെ ഉണ്ടാക്കിയേക്കാം. ഇനി അതുമല്ലെങ്കിൽ നമുക്ക് ജീവിതത്തിൽ ഒരു നല്ല വിജയമുണ്ടായി എന്ന് വയ്ക്കുക. അതറിഞ്ഞ് ഓടി വന്ന് നമ്മെ അഭിനന്ദിക്കും എന്ന് നാം വിചാരിച്ചു വെച്ചവർ ഇതൊക്കെ എന്തെന്ന മട്ടിൽ ഒരു പരിഹാസ ചിരിയും ചിരിച്ച് നമ്മുടെ മുന്നിൽ കൂടി നടന്നിട്ടുണ്ടാവും. നമ്മുടെ ഒരു രോഗാവസ്ഥയിലായിരിക്കും ഇത്തരത്തിലുള്ള അവഗണന നമ്മളെ ഏറ്റവും കൂടുതൽ ബാധിച്ചിട്ടുണ്ടാകുക അല്ലേ? കാരണം ആ സമയത്ത് നമ്മൾ മാനസികമായും ദുർബലരായിരിക്കുമല്ലോ. പക്ഷേ ഈ അവസ്ഥകളെല്ലാം നമ്മൾ ഓവർകം ചെയ്തില്ലേ? ചിലർക്കാണെങ്കിൽ ഒറ്റയ്ക്ക് എന്തും ചെയ്യാനുള്ള ഭയമായിരിക്കും. കാരണം എപ്പോഴും അവർ മറ്റുള്ളവരുടെ ഒരു വലയത്തിൽ കഴിഞ്ഞവരായിരിക്കാം. പെട്ടെന്ന് ആ അവസ്ഥ മാറി ഒറ്റപ്പെടുമ്പോൾ, ഒരു രാത്രി തനിച്ചാവുമ്പോൾ ഇരുട്ടിന് ഭയമുള്ളവർ പോലും അത് തരണം ചെയ്തിട്ടുണ്ടാവും അല്ലേ? കാരണം ഈ അവഗണന ഒരിക്കലെങ്കിലും അനുഭവിച്ചിട്ടില്ലാത്തവർ വിരളമായിരിക്കും. ഇനി ഞാനൊന്ന് പറയട്ടെ സുഹൃത്തുക്കളെ, ഈ അവസ്ഥകളെല്ലാം മറികടന്ന് വന്നപ്പോഴല്ലേ നിങ്ങൾ ഏറ്റവും സ്ട്രോങ് ആയ വ്യക്തികളായി മാറിയത്. അപ്പോൾ നിങ്ങൾ മനസ്സുകൊണ്ട് നന്ദി പറയേണ്ടത് നിങ്ങളെ അവഗണിച്ചവരോടും തിരിഞ്ഞു നോക്കാത്തവരോടും കുറ്റം പറഞ്ഞവരോടും തനിച്ചാക്കിയവരോടുമൊക്കെയല്ലേ? അങ്ങനെ ഒരു സാഹചര്യം അവർ ഒരുക്കിയത് കൊണ്ടല്ലേ നമ്മളിൽ ധൈര്യവും ഊർജവും ക്ഷമയും കാര്യപ്രാപ്തിയുമൊക്കെ ഉണ്ടായത്. ഇത് അണഞ്ഞു പോകാൻ ഇടവരാതെ ഒന്നിലും അധികം ആരെയും ആശ്രയിക്കാതെ മുന്നോട്ട് പോകുവാൻ നാം എപ്പോഴും സന്നദ്ധരാവണം. ജീവിതത്തിലുണ്ടാകുന്ന അവഗണനകൾ, ഒറ്റപ്പെടലുകൾ, കുറ്റപ്പെടുത്തലുകൾ ഇവയിലൊന്നും വലിയ കാര്യമില്ലെന്നേ. കുറച്ചു നേരത്തേക്ക് ഇവ നമ്മുടെ കണ്ണ് നനച്ചെന്ന് വരാം, ഉള്ളു പിടഞ്ഞെന്ന് വരാം. പക്ഷേ നമ്മൾ അവിടെ നിന്ന് എണീറ്റ് ഓടിയാലേ രക്ഷയുള്ളൂ എന്ന അവസ്ഥ വരുമ്പോൾ നാം തനിയെ അതിന് തയ്യാറാവും. മറ്റൊരു പുതിയ നമ്മളുടെ ഉള്ളിൽ ഉദയം ചെയ്യും. എങ്കിലും നമ്മെ അവഗണിച്ച് നമ്മളെ സ്ട്രോങ് ആക്കിയവരോട് നമുക്ക് കടപ്പാടുണ്ടാവണം. അവരുടെ ആവശ്യങ്ങളിൽ നാം പുറംതിരിഞ്ഞു നിൽക്കാതെ സഹായഹസ്തം നീട്ടുക. അപ്പോൾ നിങ്ങൾ മറ്റുള്ളവർക്ക് മാതൃകയും പ്രചോദനവുമായിരിക്കും.